നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുമോ? ബൈബിളിലെ ചരിത്രം പരിശോധിച്ചാൽ മറ്റ് 11 ശിഷ്യന്മാർ എങ്ങനെ മരിച്ചു എന്നതിന് തെളിവുണ്ട്. അവരിൽ 11 പേരും സുവിശേഷം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളാകുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിന് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ എങ്ങനെ മരിച്ചുവെന്നും അവരുടെ അവശിഷ്ടങ്ങൾ എവിടെയൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ഈ ചിത്രം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ യോഹന്നാൻ ഒഴികെയുള്ള യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി കൊല്ലപ്പെട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ചിത്രം catholic.org നിന്ന് എടുത്തതാണ്. ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കഥയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈ കഥ പറയുന്നുണ്ട്. ഒരു സാഹചര്യത്തിൽ, അതായത് യേശുവിനെ ക്രൂശിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരും യേശുവും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. യേശു അപ്പോൾ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതേ, ഞാൻ ചെയ്യുന്നു എന്ന് പത്രോസ് ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി കൊല്ലപ്പെടുവാൻ പോകുന്നു. നീ എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ പോകുന്നു. പത്രോസ് ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നീട് പത്രോസ് യോഹന്നാൻ്റെ നേരെ തിരിഞ്ഞ് യേശുവിനോട് ചോദിക്കുകയാണ്, യോഹന്നാന് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 21 മുതൽ 23 പറയുന്നത് പോലെ യേശു പത്രോസിനോട് മറുപടി പറയുകയാണ്. പത്രോസ് അവനെ കണ്ടപ്പോൾ, കർത്താവേ, അവനെ സംബന്ധിച്ചതെന്ത് എന്ന് ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്കെന്ത്? നീ എന്നെ അനുഗമിക്കണം. ഈ കാരണത്താൽ ഈ ശിഷ്യൻ മരിക്കുകയില്ല എന്ന് ഒരു അഭ്യൂഹം വിശ്വാസികൾക്കിടയിൽ പരന്നു. മറ്റ് ശിഷ്യന്മാർ എങ്ങനെ കൊല്ലപ്പെട്ടുവോ അതുപോലെ തന്നെ പലരും യോഹന്നാനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ യോഹന്നാൻ ആ തരത്തിലുള്ള മരണത്തിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നുവെന്ന് യേശു പറയുന്നുണ്ട്. ആ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാനും ഉണ്ടായിരിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റോമിലെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് അപ്പോസ്തലനായ യോഹന്നാൻ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു. അതുമാത്രവുമല്ല, അപ്പോസ്തലനായ യോഹന്നാൻ്റെ മരണത്തിന് വ്യക്തമായിട്ടുള്ള തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അങ്ങനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.